മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പുതിയ ആക്രോശങ്ങളുമായി കുരച്ചുചാടി കടന്നുവരുന്ന ധിക്കാരികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ സുന്നി കേരളം ഇൻഷാ അല്ലാഹ് വരുന്ന 4-ാം തീയതി കോഴിക്കോട് സജ്ജരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആരോപണങ്ങളുടെ പേമാരികളുമായി കടന്നുവരുന്ന ധിക്കാരികളെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ എത്ര മോഹിച്ചാലും നിങ്ങളുടെ മോഹങ്ങളെല്ലാം വെറും വ്യാമോഹമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പാതിരാത്രികളിൽ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലൂടെയും നിങ്ങൾ സ്റ്റേജ് കെട്ടിയും നിങ്ങൾ ആക്രോശിക്കുന്നതും നിങ്ങൾ ഒച്ചയിടുന്നതും നിങ്ങൾ ഓരിയിടുന്നതും ഉത്ബുദ്ധരായ കേരളീയ സമൂഹം ഒരു ചെവിട്ടിൽ കൂടി കേട്ട് മറ്റേ ചെവിട്ടിലൂടെ വലിച്ചെറിയുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ചോദിക്കട്ടെ, ആരോപണങ്ങളുമായി കാന്തപുരം ഉസ്താദിന്റെ പിന്നിലൂടെ പാഞ്ഞ നിങ്ങൾക്ക് ആ മഹാനായ പണ്ഡിതന്റെ ആ തൂവെള്ള വസ്ത്രത്തിൽ ഒരു തുള്ളി ചെളിതെടുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആരോപണങ്ങളുമായി പാഞ്ഞു വന്ന വിഘടിതന്മാർ ആ മഹാനായ പണ്ഡിതനെതിരെ അക്രമങ്ങളുടെ ശബ്ദങ്ങൾ അരിച്ചുവിട്ടപ്പോഴും ആക്രമിക്കുമെന്നും ആ കാന്തപുരം ഉസ്താദിനെ വകവരുത്തുമെന്നും ഭീഷണിപ്പെടുത്തുമ്പോഴും ഒക്കെ ഞങ്ങൾ വിനയത്തോടെ അവരോട് പറഞ്ഞത്, കാന്തപുരം ഉസ്താദിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നേതൃത്വത്തിന് ഇല്ലായ്മ ചെയ്യുവാനുള്ള കുൽസിത ശ്രമവുമായി രംഗത്തിറങ്ങിയ വിഘടിതരെ ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്ത് പ്രവർത്തകന്മാരുടെ ശരീരത്തിന്റെ പുറത്തുകൂടി ചവിട്ടിയിട്ടല്ലാതെ കാന്തപുരം ഉസ്താദിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കേരളത്തിലുള്ള ചേളാരി വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞിന് പോലും സാധിക്കുകയില്ല എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നാം കണ്ടവരാണെങ്കിൽ, പ്രിയപ്പെട്ട സുന്നി സമൂഹമേ, നാം എന്തിനു പേടിക്കണം? നമ്മുടെ മുന്നിലുള്ള നേതൃനിര മഹാന്മാരായ പണ്ഡിതന്മാരാണ്, സയ്യിദന്മാരാണ്, ലോകമറിഞ്ഞ പണ്ഡിത നേതൃത്വമാണ്. ലോകം മക്ക മദീന അടക്കമുള്ള രാജ്യങ്ങളിലെ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാരും അവിടെയുള്ള ഭരണാധികാരികളുമൊക്കെ നമ്മുടെ നിരന്തരായ നേതൃത്വത്തിനെ അംഗീകരിക്കുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിത നേതൃത്വം ലോകത്ത് ഇടം പിടിച്ചൊരു പണ്ഡിത നേതൃത്വമാണെന്നതിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. ഞാൻ ചോദിക്കട്ടെ, പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ജനങ്ങൾ, ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വിഘടിതർ, അവരുടെ നേതൃനിരയിലെ താടി നിറച്ച പണ്ഡിതന്മാർ ഒരുപാടുണ്ടല്ലോ. ലോകത്തിന്റെ നെറുകയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക് കോൺഫറൻസുകളിൽ, അതുപോലെ വലിയ വലിയ മഹാസംഗമങ്ങളിൽ ഇത്തരത്തിലുള്ള കേരളത്തിലെ ചേളാരി സംസ്ഥയുടെ മുൻനിരയിലുള്ള പണ്ഡിത നേതൃത്വം പങ്കെടുക്കുന്നത് നാം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ചേളാരികളും കേട്ടിട്ടില്ല. ചോദിക്കട്ടെ, മഹാനായ കാന്തപുരം ഉസ്താദ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിവിധ രാഷ്ട്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക് കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയാണ്. ആ കോൺഫറൻസുകളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയെല്ലാം കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസൽമാന്റെ പ്രതിനിധിയായിട്ടാണ്, ഇന്ത്യയിലെ AP വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടല്ല പങ്കെടുക്കുന്നത്, മറിച്ച് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ പിന്നിലിരുന്നിട്ട് ഇന്ത്യൻ മുസൽമാന്റെ പ്രതിനിധിയായി ആഗോള മുസ്ലിം മതപണ്ഡിത നേതൃത്വത്തിനിടയിൽ തലയുയർത്തി നിൽക്കാൻ കെൽപ്പുള്ള ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദല്ലേ? പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ഉസ്താദിന്റെ സേവനങ്ങളും ഉസ്താദിന്റെ പ്രവർത്തനങ്ങളും കൊണ്ടല്ലേ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക ചലനം ഉണ്ട് എന്ന് ലോകമറിയാനുള്ള കാരണം? ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക ചലനമുണ്ടെന്ന് ലോകമറിയാൻ കാരണക്കാരൻ അഭിനന്ദനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദെന്ന ആ പണ്ഡിത തേജസ്സാണെങ്കിൽ, ഇത്തരത്തിൽ ലോക നെറുകയിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഒരു മഹാനായ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ കാലുവെട്ടാനാണ് കേരളത്തിന്റെ മണ്ണിലുള്ള ഒരു വിഭാഗം ആളുകളെ രംഗത്തിറങ്ങിയതെങ്കിൽ ഞങ്ങൾക്ക് അവരോട് വിനയത്തോടെ വീണ്ടും വീണ്ടും ഓർമ്മ
ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കളെ, നിങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്ന കടാരകളും നിങ്ങൾ വാങ്ങിവെച്ചിരിക്കുന്ന കത്തികളും നിങ്ങൾ കശാപ്പുശാലയിൽ വെട്ടിനുറുക്കാൻ ഉപയോഗിക്കുന്ന കടാരകളുണ്ടല്ലോ, ആ കടാരകളുമായി കാന്തപുരം സ്റ്റാറിന്റെ പിന്നാമ്പുറത്തുകൂടി നിങ്ങൾ സഞ്ചരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ കാന്തപുരം സ്റ്റാറിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കേരളത്തിന്റെ മണ്ണിലുള്ള ഒരൊറ്റ ചേളാരികൾക്കും സാധ്യമല്ല എന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. വരുന്ന 4-ാം തീയതി കോഴിക്കോട് പട്ടണം ഒരു ശുഭ്രമഹാസാഗരം തീർക്കുകയാണ്. മാസങ്ങളോളമുള്ള പ്രചരണങ്ങളില്ല, പോസ്റ്ററുകളും ബാനറുകളും ഒന്നുമില്ല. മറിച്ച് നമ്മുടെ മഹത്തായ ജിഹ്വയായ സിറാജ് ദിനപത്രത്തിലൂടെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കടന്നു വരുന്ന ജനലക്ഷങ്ങളെ ഉൾക്കൊള്ളാനാവാത്ത രൂപത്തിൽ കോഴിക്കോട് പട്ടണം വരുന്ന 4-ാം തീയതി വീർപ്പുമുട്ടുമെങ്കിൽ അന്ന് ഇൻഷാ അല്ലാഹ് വിഘടിതരെ നിങ്ങളിക്കഴിഞ്ഞ 1.5 വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ അടിച്ചുവിട്ട ആരോപണങ്ങളെ മുഴുവനും വെറും മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ തകർത്തെറിയാൻ പോകുന്ന ഒരു സുന്ദരമായ നിമിഷത്തിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം കാത്തിരിക്കുകയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വിശുദ്ധമായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅ്ർ മുബാറക്കിനെതിരെ ചേളാരികൾ വർഷങ്ങളായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് മൗലാനമാർ ഇന്ന് ഒളിച്ചു കഴിയുകയാണ്. ഞാൻ ഓർത്തുപോകുകയാണ്, ഈ വിവാദങ്ങളുമായി രംഗത്തിറങ്ങിയ കൂട്ടത്തിൽ ആദ്യമായിട്ട് രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളന സ്റ്റേജിൽ വെച്ച് കാന്തപുരം ഉസ്താദിനെതിരെ ആക്രോശിച്ച ഒരു തൊപ്പിയിട്ട പണ്ഡിതൻ. അദ്ദേഹം വലിയ ഖുർആൻ പ്രഭാഷകനാണ്. ഇന്ന് അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം ചേളാരികൾ പറഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഇൻഷാ അല്ലാഹ് ഈ കാക്കനാട് ശിഹാബുദ്ദീൻ സഖാഫി തന്നെ കേരളത്തിലുള്ള ചേളാരി വിഭാഗത്തിന്റെ സമുന്നതരായ മുൻപന്തിയിൽ നിൽക്കുന്ന SKSSFന്റെ സംസ്ഥാന സെക്രട്ടറിമാരടക്കം പറയുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്ലിപ്പുകളുടെ മാലപ്പടക്കങ്ങൾ മാലോകരുടെ മടിത്തട്ടിലേക്ക് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ SKSSFന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന SP മുഹമ്മദ് അലി 1.5 മണിക്കൂർ സാക്ഷാൽ റഹ്മത്തുള്ള ഖാസിമിക്കെതിരെ സംസാരിക്കുന്നതും സാക്ഷാൽ റഹ്മത്തുള്ള ഖാസിം ജിദ്ദയിലുള്ള വളവട്ടൂർ സലാം പൈസയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതെ ഫോൺ പോലും എടുക്കാതെ ആ റഹ്മത്തുള്ള ഖാസിം തന്നെ ആ 10 ലക്ഷത്തിന്റെ കഥകൾ പറയുന്നതും മാതാപുരത്തുനിന്നും ഫാറൂഖിൽ നിന്നും കണ്ണൂരിൽ നിന്നും സ്റ്റേജുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട വിശ്വാസികളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വലിയൊരു ചില്ലുകൊട്ടാരം പണിയുകയും ആ ചില്ലുകൊട്ടാരത്തിന്റെ അകത്തളത്തിൽ റഹ്മാ പ്രൊജക്ട് എന്നവരും പുതിയൊരു പ്രൊജക്ടും തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ പൊടിപിടിച്ച് അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലുള്ള റഹ്മാ പ്രൊജക്ട് വിൽപ്പന നടത്തേണ്ട ഗതികേടിലേക്ക് എത്തുകയും അവസാനം SKSSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി SP മുഹമ്മദ് അലി തന്നെ സമൂഹത്തോട് റഹ്മത്തുള്ള ഖാസിമി നടത്തിയ അഴിമതിയുടെ കഥകൾ വിളിച്ചു പറയുന്ന രംഗം ഇൻഷാ അല്ലാഹ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസുകളിലൂടെയും അല്ലാതെയും ഇൻഷാ അല്ലാഹ് കേരളീയ സമൂഹത്തോട് പറയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് നാളായി അത് മാറ്റിവെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുമായി കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങിയാൽ
SP മുഹമ്മദ് അലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷഅർ മുബാറക്കൊന്നും ഒന്നുമല്ല. സാക്ഷാൽ SKSSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി SP മുഹമ്മദ് അലി പറയുന്നുണ്ട്, ഷഅർ മുബാറക്ക് വിവാദവുമായി രംഗത്തിറങ്ങിയ ചേലാരിക്കാരെ ഒരു വേള ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ നേതാവും ഖുർആൻ പ്രഭാഷകനുമായ സാക്ഷാൽ റഹ്മത്തുള്ളാ ഖാസിമി മുത്തേടം ജനലക്ഷങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ, നിഷേധിക്കാൻ സാക്ഷാൽ ഖാസിമി രംഗത്ത് വരികയില്ല. തീർച്ചയാണ്. കാരണം അതിന് സാക്ഷികളായിട്ടുള്ളത് അബ്ദുറഹ്മാൻ സാക്ഷാൽ മുത്തേടം റഹ്മത്തുള്ളാ ഖാസിമിയുടെ ഇടതും വലതും നിൽക്കുന്ന റഹ്മത്തുള്ളാ സാഹിബ് എന്ന വ്യക്തിയും റഫീഖ് സാഹിബ് എന്ന പൂവാട്ടുപറമ്പുകാരനുമൊക്കെ സംസാരിക്കുന്ന ക്ലിപ്പുകൾ വരാനുണ്ട്. വേണ്ടാതെ കുത്തിനോവിച്ചാൽ ഇൻഷാ അല്ലാഹ് കോടികളുടെ അഴിമതിയുടെ കഥകൾ കേരളീയ സമൂഹത്തിനു മുന്നിലേക്ക് ക്ലിപ്പുകളടക്കം ഇൻഷാ അല്ലാഹ് കൊണ്ടുവരാൻ ഉത്ബുദ്ധരായ സുന്നി സമൂഹം തയ്യാറാണെന്നുള്ള ആർജവത്തോടെയും ആണത്വത്തോടെയും കൂടിയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഞങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. 40 കോടിയുടെ പള്ളി കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുമ്പോൾ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൊണ്ട് കൂടാനായി രംഗത്തിറങ്ങിയവരില്ലേ? ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളിയും നോളജ് സിറ്റിയും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. അതിന്റെ ശിലാസ്ഥാപനത്തിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമൊക്കെ കടന്നു വന്നു. അപ്പോൾ കേരളത്തിലുള്ള ചേളാരിക്കാർ താക്കീതുമായി രംഗത്തിറങ്ങി കാന്തപുരത്തെ പിന്തുണക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുക. ലീഗിന് മുന്നറിയിപ്പുമായി സമസ്തയുടെ കത്തൊക്കെ നമ്മുടെ കേരളത്തിലുള്ള പത്രങ്ങളിൽ വന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന നോളജ് സിറ്റിയുടെയും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് നിർമ്മിക്കുന്ന 40 കോടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി, ആ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് ജനലക്ഷങ്ങൾ കൊടുത്ത സംഖ്യ, ആ സംഖ്യയുടെ കണക്കുകൾ, ആ സംഖ്യ കൊണ്ട് കാന്തപുരം ഉസ്താദ് എന്തു നിർമ്മിച്ചു എന്നോ നട്ടലോടുകൂടി വിളിച്ചു പറയും. അപ്പോൾ ഞങ്ങൾക്കുമൊന്ന് ചോദിക്കാനുണ്ട് ഖാസിമി അടക്കമുള്ള ചേളാരി സമസ്തക്കാരോട്. നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിർമ്മിച്ച വലിയൊരു ചില്ലുകൊട്ടാരമുണ്ടല്ലോ, അതിന്റെ ഉള്ളിലുള്ള രംഗങ്ങൾ വരെ ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂർ വീഡിയോ ക്ലിപ്പടക്കം നമ്മുടെ കൈവശം ഇന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. റഹ്മ പ്രൊജക്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന ചേളാരികളുണ്ടെങ്കിൽ മുത്തേടം റഹ്മത്തുള്ളാ ഖാസിമിയെ ഒന്ന് വിളിക്കുക. സാക്ഷാൽ SKSSFിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി SP മുഹമ്മദ് അലി സാഹിബിനെ വിളിക്കുക. ആ റഹ്മ പ്രൊജക്റ്റിൽ പല്ല് മുണ്ടല്ലില്ലാത്ത തോട്ടും മുക്കത്തുകാരൻ വ്യക്തിയുണ്ടല്ലോ, ഇസ്മായിൽ തോട്ടും മുക്കം. ആ തോട്ടും മുക്കത്തിനും അറിയാം ഖാസിമിയുടെ റഹ്മ പ്രൊജക്ട്. വേണ്ടി വന്നാൽ കാക്കനാട് സഖാഫി ഇൻഷാ അല്ലാഹ് തോട്ടും മുക്കവും മുത്തേടവും അടക്കമുള്ള ചേളാരി നേതൃത്വം അണിനിരന്ന് റഹ്മ പ്രൊജക്ടിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന വീഡിയോയും ഫോട്ടോയും അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ കേരളത്തിലുള്ള വിവിധ ഖുർആൻ ക്ലാസുകളിൽ പിരിച്ചെടുത്തിട്ട് അതെല്ലാം പുട്ടടിച്ചുപോയി മക്കളെ, പുട്ടടിച്ചുപോയി ചേളാരികൾ. ഞങ്ങൾ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ് കേരളത്തിന് മുന്നിൽ, കേരളീയ സമൂഹത്തിന് മുന്നിൽ അത് കൊണ്ടുവന്നാലോ. SKSSFിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി SP മുഹമ്മദ് അലി പറയുന്നുണ്ട്, ഇതെല്ലാം കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നാൽ പത്രക്കാർക്ക് ആഘോഷിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം തകരാതിരിക്കാൻ ഈ രഹസ്യം പുറത്തു പറയരുതെന്ന് വിളിച്ചു പറഞ്ഞ സാക്ഷാൽ SKSSFിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി SP മുഹമ്മദ് അലി സാഹിബേ, 1.5 മണിക്കൂർ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. റഹ്മത്തുള്ളാ ഖാസിമി നിങ്ങളുമായി റഹ്മ പ്രൊജക്റ്റിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ നടത്തി, അഴിമതി നടത്തി, അത് പുട്ടടിച്ചത് നിങ്ങൾ സമ്മതിക്കുന്നതിന്റെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. റഹ്മത്തുള്ളാ ഖാസിമിയുടെ ഡ്രൈവറായ ഇസ്മായിൽ സാഹിബ് അദ്ദേഹം തന്നെ ആ സത്യം തുറന്നു പറയുന്നു. റഹ്മ പ്രൊജക്റ്റിന്റെ പേരിൽ ലക്ഷങ്ങൾ തിരിച്ചെന്നും ആ ലക്ഷക്കണക്കിന് രൂപ പുട്ടടിച്ചതും കേരളീയ സമൂഹമേ
വേണ്ടി വന്നാൽ വരും നാളുകളിൽ നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിലൂടെ അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്ലിപ്പുകൾ പറയുമ്പോൾ ഒരുപാടുണ്ട്. SV മുഹമ്മദ് അലി സാഹിബ് എന്ന SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണോ, റഹ്മത്തുള്ളാ ഖാസിമി ഇന്നോവ കാറിൽ AC ഇട്ട ഇന്നോവ കാറിൽ മണ്ണിൽ പോലും കാലുകുത്താതെ ഖുർആൻ പ്രവാചകനായി രംഗത്തിറങ്ങി പ്രസംഗിച്ചു നടക്കുന്നുണ്ടെങ്കിൽ ആ പണം മുഴുവനും തിരിച്ചു കൊടുക്കണമെന്ന് വിളിച്ചു പറയാനും ആ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുത്ത് സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് രഹസ്യമായി സംസാരിച്ച ഫോൺ കോളുകൾ ഇൻഷാ അല്ലാഹ് വരാനിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ക്ലിപ്പ് യുഗമാണല്ലോ, ഇപ്പോൾ റെക്കോർഡിംഗ് യുഗമാണല്ലോ. വരട്ടെ, നിഷേധിക്കാൻ, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിഷേധിക്കാൻ ഈ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അകത്തളത്തിലുള്ള ചേളാരി വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ആന്തരികളുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ ഇൻഷാ അല്ലാഹ് അത് സമൂഹ മധ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. അത്തരത്തിൽ തന്നെ ആർജവത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് എന്ന് പ്രസംഗിച്ച, അതൊരു ഭർത്താനോടെന്ന് പറഞ്ഞ, അതൊരു വാക്കാണെന്ന് പറഞ്ഞ ഖാസിമി എന്തേ നിങ്ങൾ ഇന്ന് സ്റ്റേജിൽ കാണുന്നില്ല? ചിത്തയിലെ വളവട്ടൂർ സലാം പൈസയിൽ നിന്ന് 10 ലക്ഷം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തോ എന്ന് ഈ ക്ലാസ് റൂമിലൂടെയെങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിടുങ്ങിയെങ്കിൽ ഞങ്ങളുടെ വണ്ടിരന്മാര് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി പുട്ടടിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിഷേധിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളതൊക്കെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് ബോംബുകളുണ്ട് മക്കളെ. പൊട്ടാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കൂട്ടമായി അതെല്ലാം പടപടോ പൊട്ടുന്നതാണ് എന്നുള്ള വസ്തുത ചേളാരികൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊട്ടിക്കാനുള്ള ബോംബുകളുണ്ട്, തെളിവടക്കമുള്ള ബോംബുകളുണ്ട്. വേണ്ടി വന്നാൽ അതെല്ലാം പൊട്ടുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വല്ലാതെ നിങ്ങളെ കുത്തിനോവിക്കണ്ട. ഞങ്ങളുടെ ക്ലാസ് റൂമുകളിൽ മാസങ്ങളോളം ആഘോഷിക്കുവാനും കേരളത്തിന്റെ മണ്ണിലുള്ള പത്രക്കാർക്കും ചാനലുകാർക്കും വർഷങ്ങളോളം ആഘോഷിക്കുവാനുമുള്ള മാലപ്പടക്കങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. വെറുതെ അതിന് തീ കൊടുക്കണോ ചേളാരികളെ? തീ കൊടുക്കണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതിനു മുമ്പ് നിങ്ങൾ പലതിനും തീ കൊടുക്കാൻ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ റഹ്മത്തുള്ളാ ഖാസിമിയും റഹ്മ പ്രോജക്റ്റും എന്ന പേരിൽ തന്നെ വേണ്ടി വന്നാൽ അതിന്റെ മാലപ്പടക്കങ്ങൾ കാലതാമസമില്ലാതെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, കാന്തപുരം ഉസ്താദ് ചെയ്തു കൂട്ടുന്ന നന്മകളുടെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടുന്ന ഇവരുടെ ഉള്ളറകളിൽ ഒന്നും നടക്കുന്നില്ല എന്ന വിചാരം. ഇന്നവരുടെ ഉള്ളറകൾ കഷണമായിട്ട് പീസായിട്ട് പല ഗ്രൂപ്പുകളും അവരുടെ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ ഞങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരും. അതിന്റെ ഒന്നാം ഘട്ടമാണ് ഖുർആൻ പ്രവാചകനായ റഹ്മത്തുള്ളാ ഖാസിമിയും റഹ്മ പ്രൊജക്റ്റും എന്ന പേരിലുള്ള സംഭവം. പ്രിയപ്പെട്ടവരെ, ബഹുരസമാണ് അതെല്ലാം പറയുമ്പോൾ. എന്തെല്ലാം കോപ്രായങ്ങളാണെന്ന് ഖാസിമി സാഹിബ് കാണിച്ചു കൂട്ടിയതെന്നല്ലേ ഞങ്ങളുടെ പണ്ഡിത നേതൃത്വം അവിടെ വെച്ചേക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രമിക്കുന്ന ചേളാരികൾ ഉണ്ടെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ ഉണ്ടാക്കിയ ചില്ലുകൊട്ടാരം, മെഡിക്കൽ കോളേജിന്റെ മുമ്പിലുള്ള ചില്ലുകൊട്ടാരം, റഹ്മ പ്രൊജക്ട് എന്ന പേരിൽ 1-ാം നിലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ചില്ലുകൊട്ടാരത്തിൽ മുടക്കിയിട്ടുള്ള
കോടിക്കണക്കിന് രൂപ ഇന്നെവിടെയാണ്? ആ ചില്ലുകൊട്ടാരം നിങ്ങൾ പൊളിച്ചു വിൽപ്പന നടത്തിയെങ്കിൽ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ഖുർആൻ പ്രഭാഷണ വേദികളിലൂടെ സമ്പാദിച്ച സമ്പാദ്യമുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ. ആ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ സമൂഹത്തോട് വിളിച്ചു പറയണം. അതിനുള്ള അവസരം ഇൻഷാ അല്ലാഹ് കൂടുതൽ താമസമില്ലാതെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, റഹ്മത്തുള്ളാഹി ഖാസിമി മുസ്തേടത്തിന്റെ അനുയായികൾ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ പറയാനുള്ളത്, അന്ന് നിങ്ങൾ ഇറക്കിയ ഒരു ബസ്സുണ്ടല്ലോ, അന്ന് നിങ്ങൾ ഇറക്കിയ ഒരു ബസ്, ഒരു വലിയ ബസ്, ആ ബസ്സിൽ കുറെ മരമെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഓടിയ ലക്ഷക്കണക്കിന് രൂപയുള്ള ഒരു ബസ്, ആ ബസ്സിന് എവിടെയാണ് റഹ്മത്തുള്ളാഹി ഖാസിമി? കേരളത്തിലുള്ള റഹ്മ പ്രൊജക്റ്റിലെ പങ്കാളികളായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് മിണ്ടാതെ ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവര് തന്നെ നിങ്ങളെ ചോദ്യം ചെയ്തപ്പോഴല്ലേ ഇന്ന് ഖുർആൻ പ്രഭാഷണ സ്റ്റേജുകൾ റഹ്മത്തുള്ളാഹി ഖാസിമിക്കില്ല. കാരണം കോടികൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിയത് തിരികെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടോ സ്വന്തം കുടുംബം വരെ വിൽക്കേണ്ട ഗതികേടിലേക്ക്, വിൽക്കാൻ പോകുന്ന ഗതികേടിലേക്ക് റഹ്മത്തുള്ളാഹി ഖാസിമി എന്ന വ്യക്തി അധപ്പതിച്ചുപോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പട്ടിക്കാട് സമ്മേളനത്തിന്റെ സ്റ്റേജിൽ വെച്ച് കാന്തപുരം ഉസ്താദിനെതിരെ സംസാരിച്ച ഖാസിമി, നിങ്ങൾ തന്നെ ആ പ്രഭാഷണമൊന്ന് കേൾക്കുക. അതിലെ പ്രസക്തമായ ആ ഭാഗമുണ്ടല്ലോ, എന്നുള്ള 3 അക്ഷരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണെന്നും ഈ പറയപ്പെട്ട സംഭവങ്ങൾ വ്യാജമാണെന്നും തെളിയിക്കാൻ ആണത്തമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ധൈര്യസമേതം കടന്നു വരിക. അന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് SV മുഹമ്മദ് അലി 1.5 മണിക്കൂർ അതിന്റെ രഹസ്യം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അല്ലാതെയും ഇൻഷാ അല്ലാഹ് പുറത്തുവിടുന്നത് കേൾക്കാം. സാക്ഷാൽ ഖാസിമിയും പുറത്തുവിടുന്നത് കേൾക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സുഹൃത്തുക്കളെ, ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് പുറത്തുവിടാനായി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വേണ്ട ചേളാരികളെ വേണ്ട, ഇക്കളി കാന്തപുരത്തിന്റെ മക്കളോട് വേണ്ട എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇക്കളി നിങ്ങൾ കളിച്ചാൽ അത് തീക്കളിയാണെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. തീക്കളിയായിരിക്കും നിങ്ങൾ നടത്തുന്ന ഓരോ കളികളും, തീക്കളിയായിരിക്കുമെന്നത് തീർച്ചയാണ്. കദ്ദിയത്ത് ഉസ്താദ് ദുആ ചെയ്തുവെങ്കിൽ ആ ദുആയുടെ ഫലം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാ കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ മുഖം കെടുത്തട്ടെ, സമസ്തയെ മുഖം കെടുത്തിയവരെ മുഖം കെടുത്തണേ എന്ന് കദ്ദിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥന ഇന്ന് അക്ഷരാർത്ഥത്തിൽ എവിടെയാണ് എന്ന് ഖാസിമിയെ വിളിച്ച് ഒന്ന് സ്വകാര്യം ഫോണിലൂടെ ചോദിച്ചു നോക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മുഖം കെടുത്തട്ടെ എന്ന് ദുആ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചേളാരി വിഭാഗമേ, നിങ്ങളുടെ 3ാം ക്ലാസ്സിലുള്ള മദ്രസ പുസ്തകമുണ്ടല്ലോ ലിസാനുൽ ഖുർആൻ, ആ ലിസാനുൽ ഖുർആൻ എന്ന നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിന്റെ 7ാമത്തെ പേജ് ഒന്ന് മറിച്ചാൽ നിങ്ങൾ ആരുടെ മുഖമാണ് അവിടെ കെടുത്തിയതെന്നല്ലേ? സാക്ഷാൽ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ മുഖം നിങ്ങൾ കെടുത്തിയിട്ട്
ഇമാമത്തെന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായി തലപ്പാവിന്റെ ഫോട്ടോ കൊടുത്തപ്പോൾ ആ തലപ്പാവ് ആരുടേതാ കൊടുത്തത്? അതിൽ തലപ്പാവും നെറ്റിയും ചെവിയുമൊക്കെ കൊടുത്തിട്ട് ശംസുൽ ഉലമയുടെ കണ്ണും മൂക്കും നിങ്ങളുടെ ചേളാരി സമസ്തയുടെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 7ാമത്തെ പേജിൽ ശംസുൽ ഉലമയുടെ മുഖം നിങ്ങൾ കെടുത്തിയിട്ട് നിങ്ങളുടെ കുരുന്നു വിദ്യാർത്ഥികളുടെ മനതലങ്ങളിൽ വരെ ശംസുൽ ഉലമയുടെ മുഖം കെടുത്തി നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ മദ്രസാ പാഠപുസ്തകത്തിലെ ഇമാമത്തെന്ന പേരുള്ള തലപ്പാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ശംസുൽ ഉലമയുടെ മുഖം നിങ്ങൾ കെടുത്തിയിട്ട് വികൃതമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള ഗതികേട് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ മക്കൾക്കുണ്ടായിട്ടില്ല. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ മക്കൾക്കുണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സജീവമായി പല പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരാനുണ്ട്. 4-ാം തീയതിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് റഹ്മത്തുള്ള കാസിമിയും റഹ്മ പ്രൊജക്ടും SV മുഹമ്മദ് അലിയും അടക്കമുള്ള പല മാലപ്പടക്കങ്ങളും നമ്മുടെ ക്ലാസ് റൂമിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, പൊട്ടിക്കാനിരിക്കുകയാണ്. പ്രിയപ്പെട്ട ക്ലാസ് റൂമിലെ ശ്രോതാക്കളെ, വേണ്ടി അല്ലാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതെല്ലാം ഓരോ ദിവസങ്ങളിലായിട്ട് മാലപ്പടക്കങ്ങൾ പൊട്ടും പോലെ നമ്മുടെ ക്ലാസ് റൂമിലെ തുറയാണ്. അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ശബ്ദം, സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം എന്നും എന്നും ഉയരത്തിൽ നിൽക്കണം. നമ്മുടെ ക്ലാസ് റൂം എന്നും ഉയർച്ചയിലാണ്, ഉന്നതിയിലാണ്. ഇനിയും ഉയരണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന 4-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ അത്യുജ്വലമായ ആ മനുഷ്യ മഹാസാഗരത്തിൽ വെച്ച് ചേളാരികളുടെ മുഴുവൻ കുപ്രചരണങ്ങൾക്കും അക്കമിട്ട് നമ്മുടെ പണ്ഡിതന്മാർ മറുപടി പറയും. നമ്മുടെ അഭിനന്ദനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും പേരോട് ഉസ്താദും പൊന്മള ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, സാദാത്യങ്ങൾ, നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ചരിത്ര മഹാസംഗമത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ ക്ലാസ് റൂമുകൾ 4-ാം തീയതി വരെ സജീവമായി രംഗത്തുണ്ടാകണം. അതിനുശേഷവും വേണ്ടി വന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി ഇടപെടാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ തൽക്കാലം ചുരുക്കുന്നു. നമ്മുടെ അഭിനന്ദരായ സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കും അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ ആ അഭിനന്ദനായ സയ്യിദ് അവർക്ക് അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ തണലിലായി ദീർഘനാൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രയത്നിക്കുവാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ അഭിനന്ദനായ നേതൃത്വം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. നിഷ്പക്ഷമതികളായ പ്രവർത്തകന്മാർ, അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മമാർ, ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, റബ്ബേ അവരുടെയൊക്കെ ഖബറിടം നീ സന്തോഷപ്രദമാക്കണം റഹ്മാനെ. ഞങ്ങളുടെ അഭിനന്ദരായ നേതൃത്വത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ സയ്യിദന്മാർ ഒരുപാടുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.